അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പാൻ്റെ ഈ മോസ്റ്റ് ജനറൽ ഡെഫിനിഷൻ എഴുതി. ഈ ഡെഫിനിഷൻ ഇൻഫിനിറ്റ് സബ്സെറ്റുകൾക്കും വർക്കാവുമെന്ന് മനസ്സിലാക്കി. മാത്രമല്ല ഫൈനൈറ്റ് സബ്സെറ്റുകളുടെ സ്പാൻ പഴയ പോലെ തന്നെ ഇതേ സ്പാൻ തന്നെയാണ് ഈ ഡെഫിനിഷൻ പ്രകാരം ഫൈനൈറ്റ് സബ്സെറ്റുകളുടെ സ്പാൻ എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പറയാൻ ബാക്കിയുണ്ടായിരുന്നത് ഇതായിരുന്നു. ഇത് ഒരു ചുമ്മാ ഒരു എക്സ്റ്റൻഷൻ അല്ല, ഇത് നാച്ചുറലായ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് പ്രോബ്ലംസും ചെയ്യും. അപ്പോൾ ഇത് ഒരു നാച്ചുറൽ എക്സ്റ്റൻഷനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാൻ ഫൈനൈറ്റ് വെക്ടേഴ്സിൻ്റെ സ്പാൻ ഒരു സബ്സ്പേസ് ഫോം ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ വെക്ടേഴ്സില്ല V1 എക്സെട്ര Vn ഈ വെക്ടേഴ്സ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ഈ സ്പാൻ തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റിസൾട്ട് ഇവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഡെഫിനിഷൻ പ്രകാരം. അതായത് ഇവിടെ ഇൻഫിനിറ്റ് സബ്സെറ്റുകൾ കൂടി വരും മാത്രമേ ഉള്ളൂ. അപ്പം ഈ മോസ്റ്റ് ജനറൽ സിറ്റുവേഷനിലും ഈ ഡെഫിനിഷൻ പ്രകാരമുള്ള എല്ലാ സ്പാനുകളും ഇതേപോലെ തന്നെ സബ്സ്പേസ് ഫോം ചെയ്യും. മാത്രമല്ല ഇതേപോലെ തന്നെ ഈ എസ്സിലുള്ള എലമെൻറ്റ്സ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ആയിരിക്കും ഈ സ്പാൻ എസ് നമുക്കറിയും. നമുക്ക് പ്രൂവ് ചെയ്യും. ഇത് വളരെ ഈസി പ്രൂഫാണ്, സ്ട്രേറ്റ് ഫോർവേഡാണ്. കാരണം ഇത് സബ്സ്പേസ് ആണെന്നും ഇത് ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് കണ്ടെയ്നിങ് V1 എക്സെട്ര Vn എന്നൊക്കെ പ്രൂവ് ചെയ്ത് ആ ഓർമ്മയുള്ളവർക്ക് ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി അങ്ങ് പോവേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായ പ്രൂഫാണിത്. അപ്പോൾ എനിവേ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ എക്സ്റ്റൻഷനാണെന്ന് മനസ്സിലായല്ലോ. കാരണം എന്താ, ഇതിൻ്റെ ആ രണ്ട് സ്വഭാവം ഇതിനുണ്ട്. ഇതും ഒരു സബ്സ്പേസാണ്. മാത്രമല്ല ഈ എസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് താരം സ്പാനസ്. അപ്പോൾ അതാണ് നമ്മളെടുത്ത് ഇത് മാച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു നല്ല സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് എഴുതിയിട്ട് അതങ്ങ് പ്രൂവ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സ്പാൻ ഒരു സബ്സ്പേസ് ആണെന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കണം, സ്പാൻ ഓഫ് എനി സബ്സെറ്റ് എസ് ഓഫ് ദ വെക്ടർ സ്പേസ് വി എന്നാണ് പറഞ്ഞത്. ഈ എസ് വേണമെങ്കിൽ എം ടി സെറ്റ് ആവാം, അല്ലെങ്കിൽ ഫൈനൈറ്റ് സെറ്റ് ആവാം, ഇൻഫിനിറ്റ് സെറ്റ് ആവാം, ഒരു കണ്ടീഷനും ഇല്ല. എനി സബ്സെറ്റ് എസ് ഓഫ് വി അതിൻ്റെ സ്പാൻ ഒരു സബ്സ്പേസ് ആയിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇതിൽ ആദ്യം എം ടി സെറ്റ്, ഇഫ് എസ് ഈസ് ഈക്വൽ ടു എം ടി, അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? സ്പാൻ ഓഫ് എം ടി എന്താ? സ്പാൻ ഓഫ് എം ടി സെറ്റ് സീറോ സ്പേസ്, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത്. അപ്പോൾ ഇതൊരു സബ്സ്പേസ് ആണ് അല്ലേ? സീറോ സ്പേസ് ഒരു സബ്സ്പേസ് ആണ്. അപ്പം എസ് എം ടി ആകുമ്പം അതിൻ്റെ സ്പാന് സബ്സ്പേസ് ആണ്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മളിത് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നോൺ എം ടി സബ്സെറ്റാണ് എസ് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ സ്പാന് ഒരു സബ്സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു സിമ്പിൾ പ്രൂഫാണ്. ഞാൻ മാച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടാവുക? ഈ സീറോ ഈ സ്പാനസിൽ ഉണ്ടെന്ന് പറയണം, പിന്നെ സ്പാനസ് ക്ലോസർ അണ്ടർ അഡീഷൻ എന്ന് പറയണം, സ്പാനസ് ക്ലോസർ അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയണം. അത്ര പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനസ് സബ്സ്പേസ് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് എഴുതാം. അപ്പോൾ എസ് ഒരു നോൺ എം ടി സബ്സെറ്റാണ് വിചാരിക്കുക. ഞാൻ ആദ്യം ഇവിടെ കാണിച്ചത് അതിൻ്റെ സ്പാനിൽ സീറോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എസ് നോൺ എം ടി ആണെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു വെക്ടറെങ്കിലും ഉണ്ടാവുമല്ലോ. അത് നമ്മൾ യു എന്ന് വിളിച്ചു. അപ്പോൾ ഒരു വെക്ടർ എസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എവിടെ വരണം? സ്പാനസിൽ വരണം. കാരണം സ്പാനസിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? എസ്സിലെ പിന്നെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ, എസ്സിലെ വെക്ടേഴ്സ് ഉപയോഗിച്ചുള്ള ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ് സ്പാനസ്. അപ്പോൾ എസ്സിലുള്ള ഒരു വെക്ടറാണ് എന്ത് ചെയ്യൂ? അപ്പോൾ അതിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും സ്പാനസിലുണ്ടാവും. ക്ലിയർ അല്ലേ? സോ എല്ലാ സിയും സ്പാനസിലുണ്ട്. വേർ സി ഈസ് എ സ്കാലർ. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീറോ സ്കാലർ ആണല്ലോ. അപ്പോൾ സീറോ ഇൻറ്റു യു എവിടെ ഉണ്ടാവും? സ്പാനസിലുണ്ടാവും അല്ലേ? അപ്പോൾ സീറോ ഇൻറ്റു യു ഈസ് സീറോ. സോ സീറോ ബിലോങ്സ് ടു സ്പാനസ്. അപ്പം ഒരു നോൺ എം ടി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പാൻ്റെ അകത്ത് സീറോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ക്ലോസർ അണ്ടർ അഡീഷനാണ് ഞാൻ പറയും. ക്ലോസർ അണ്ടർ അഡീഷനും വളരെ സിമ്പിളാണ്. ഈ സ്പാൻ്റെ അകത്തുള്ള രണ്ട് വെക്ടേഴ്സ് എടുത്തു. അപ്പോൾ ഈ യുവും വിയും സ്പാൻ്റെ അകത്തുള്ളതോടെ തന്നെ സ്പാൻ്റെ അകത്ത് ആരാ വരിക? എസ്സിലെ ഫൈനൈറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ യുവിനെ എസ്സിലെ ഫൈനൈറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ഫോർ സം വെക്ടേഴ്സ് U1 എക്സെട്ര UM ആൻഡ് സം സ്കാലാസ് C1 എക്സെട്ര CM. അപ്പം ഈ യുവിന് എങ്ങനെ എഴുതാൻ പറ്റും? എന്നാലേ യു എവിടെ വരുള്ളൂ? സ്പാനിൽ വരുള്ളൂ. കാരണം ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് സ്പാനിൽ വരുള്ളൂ. ഓക്കെ, വിനെയും അതുപോലെ തന്നെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റും. ഇനി യു പ്ലസ് വി എന്ന് പറയുമ്പോൾ നേരെ രണ്ടും ആഡ് ചെയ്ത് അങ്ങനെയല്ലേ വരിക അല്ലേ? ഇതും ഒരു ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ അല്ലേ? ഇതിൻ്റെ അകത്ത് എത്ര വെക്ടേഴ്സാണ് ഇൻവോൾവ് ആയത്? ഇവിടെ ആദ്യം എം വെക്ടേഴ്സ് പിന്നെ എൻ വെക്ടേഴ്സ്. സോ ടോട്ടലി എം പ്ലസ് എൻ വെക്ടേഴ്സ്. അപ്പോൾ എം പ്ലസ് എൻ വെക്ടേഴ്സിൽ ഇത്രയും എം പ്ലസ് എൻ വെക്ടേഴ്സ് ഉപയോഗിച്ചുള്ള ഒരു ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷനാണ് ഈ യു പ്ലസ് വിയും. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ യു പ്ലസ് വിയും എവിടെ വരും? സ്പാനിൽ വരും. ഇംപ്ലൈസ് യു പ്ലസ് വി ബിലോങ്സ് ടു സ്പാനസ്. അപ്പോൾ എന്തായി?
ഈ സ്പാനസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷനുമായി. ഇനി ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷനൂടെ പോരെ. അപ്പോൾ സ്പാനസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ് കാണിക്കാൻ സ്പാനസിൻ്റെ അകത്തുനിന്ന് ഒരു വെക്ടർ യു എടുത്തു, ഒരു സ്കാലർ സി എടുത്തു. അപ്പോൾ യു സ്പാനസിലുള്ളത് കൊണ്ട് തന്നെ യുവിനെ എസ്സിലെ ഫൈനൈറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഈ സി യു അപ്പോൾ എങ്ങനെ വരും? ഇതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ വരിക? CC1 U1 പ്ലസ് എക്സെട്ര പ്ലസ് CCM UM. ഇനി നോക്കുക, ഇതെന്താണ്? ഇത് ഈ U1 എക്സെട്ര UM എന്ന് പറഞ്ഞ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ തന്നെ അല്ലേ? സ്കാലാസ് ഒന്ന് മാറിയതല്ലേ ഉള്ളൂ. ഇവിടെ C1 പകരം ഇവിടെ CC1 വന്നു, ഇവിടെ CM പകരം CCM വന്നു. സോ ഇത് വീണ്ടും ഒരു ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ്. സോ ഇതെവിടെ വരും? സ്പാനസിൽ വരും അല്ലേ? സ്പാനസിൽ വരും. അപ്പോൾ CU സ്പാനസിൽ വന്നു. സോ സ്പാനസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ സബ്സ്പേസ് ആവാനുള്ള 3 കണ്ടീഷൻസും സ്പാനസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ സ്പാനസ് ഈസ് എ സബ്സ്പേസ്. ഇനി ഈ സ്പാനസ് എസ്സിലെ വെക്ടേഴ്സിനെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണെന്ന് കൂടി കാണിക്കാം. നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്? ഒരു വെക്ടർ സ്പേസിൻ്റെ ഏതൊരു സബ്സെറ്റ് എസ് തന്നു കഴിഞ്ഞാലും ആ എസ്സിലെ എല്ലാ വെക്ടേഴ്സും ഉള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് സ്പാനസ് എന്നല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളപ്പോൾ ആകെ പ്രൂവ് ചെയ്തത് സ്പാനസ് ഒരു സബ്സ്പേസ് ആണെന്ന് മാത്രമേ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? ഇത് മാത്രമേ നമ്മൾ പ്രൂവ് ചെയ്തുള്ളൂ. ഇനി നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പാനസിൽ എസ്സിലെ എല്ലാ വെക്ടേഴ്സും ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് സ്പാനസ്, ഇത് പ്രൂവ് ചെയ്യണം. അതുകൂടാതെ ഈ എസ്സിലെ എല്ലാ വെക്ടേഴ്സും ഉള്ളൊരു സബ്സ്പേസ് ആണ് W എന്ന് വിചാരിക്കുക. ലെറ്റ് W ബി എനി സബ്സ്പേസ് ഓഫ് V കണ്ടെയ്നിങ് ഓൾ വെക്ടേഴ്സ് ഇൻ എസ് അല്ലേ? എസ്സിലെ എല്ലാ വെക്ടേഴ്സും കണ്ടെയ്ൻ ചെയ്യുന്നൊരു സബ്സ്പേസ് ആണ് W എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും അങ്ങനെയെങ്കിൽ ഈ ഡബ്ല്യുവിൻ്റെ അകത്ത് ഈ സ്പാനസ് ഉണ്ടാവുന്നു. അതായത് സ്പാനസ് ഈസ് എ സബ്സ്പേസ് ഓഫ് W. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള റിസൾട്ട് അതിൽ നോക്കൂ. സ്പാനസ് ഓൾറെഡി ഒരു സബ്സ്പേസാണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സ്പാനസിൻ്റെ അടുത്ത് സ്പാനസിൻ്റെ അകത്ത് എസ്സിലെ എല്ലാ വെക്ടേഴ്സും ഉണ്ട് നമ്മൾ പ്രൂവ് ചെയ്യും. ഇനി എസ്സിലെ എല്ലാ വെക്ടേഴ്സുള്ള ഏതൊരു സബ്സ്പേസ് W എടുത്ത് കഴിഞ്ഞാലും ആ ഡബ്ല്യുവിൻ്റെ അകത്ത് സ്പാനസ് വരും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ എന്തായി? എസ്സിലെ എല്ലാ വെക്ടേഴ്സുള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് സ്പാനസായി മാറുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. റെഡി അല്ലേ? ഇവിടെ എസ് എം ടി സെറ്റ് ആണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. നോൺ എം ടി സെറ്റ് ആകുമ്പോൾ മാത്രമേ ഒരു വിഷയമുള്ളൂ. അതും വിഷയമൊന്നുമില്ല. എസ് എം ടി സെറ്റ് ആകുമ്പോൾ എന്താണ്? ഇവിടെ എം ടി സെറ്റ് വരും അല്ലേ? എം ടി സെറ്റ്. ഇനി സ്പാൻ ഓഫ് എം ടി സെറ്റ് എന്താണ്? 0 സ്പേസ് ആണ്. ഇനി W തന്നെ എസ്സിലെ എല്ലാ എലമെൻസുള്ള ഒരു സബ്സ്പേസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ സബ്സ്പേസിൻ്റെ അകത്തും 0 ഉണ്ടാവുമല്ലോ. സോ ഇതെനിക്ക് സുഖമായിട്ട് പറയാവുന്നതാണ്. ക്ലിയർ അല്ലേ? സോ എസ് എം ടി സെറ്റ് ആകുമ്പം ദിസ് റിസൾട്ട് വളരെ സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇനി എസ് നോൺ എം ടി സെറ്റ് ആകുമ്പോൾ നമുക്ക് ചെയ്യാം, ബാക്കി ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഭാഗം ചെയ്യാം. എസ് സബ്സെറ്റ് സ്പാനസ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ എസ്സിലെ ഒരു എലിമെൻറ്റ് ഒരു വെക്ടർ യു എടുത്തു. എന്നിട്ട് ആ യു സ്പാനസിലുണ്ടെന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ ഈ യു സ്പാനസിലുണ്ടെന്ന് കാണിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്പാനസിൽ ആരാ വരിക? സ്പാനസിൽ വരിക എസ്സിലെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ്. എസ്സിലെ ഫൈനൈറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചുള്ള ലീനിയർ കോമ്പിനേഷൻ മാത്രമേ ഇവിടെ വരുള്ളൂ, സ്പാനസിൽ വരുള്ളൂ. അപ്പോൾ ഈ യു സ്പാനസിലുണ്ടെന്ന് പറയണമെങ്കിൽ യുവിനെ എസ്സിലെ വെക്ടേഴ്സിൻ്റെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം. അത് എഴുതാം, ഈസി ആയിട്ട് എഴുതാം. യു ഇസ് ഈക്വൽ ടു 1U എത്തിക്കൂടെ? ഈ 1U എന്ന് പറയുമ്പം എസ്സിലെ എത്ര വെക്ടർ അവിടെ ഉപയോഗിച്ചത്? ഒരൊറ്റ വെക്ടറായ യു മാത്രമേ ഉപയോഗിച്ചുള്ളൂ. സോ യു ഇസ് എ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യു എവിടെ വരും? 1U സ്പാനസിൽ വരും. ഹെൻസ് യു സ്പാനസിലുണ്ടാവും. അപ്പോൾ എസ്സിൽ ഒരു വെക്ടർ യു എടുത്തപ്പം ആ യു സ്പാനസിലുണ്ടെന്ന് കിട്ടി, വിച്ച് മീൻസ് എസ് സബ്സെറ്റ് ഓഫ് സ്പാനസ്. ഇനി സ്പാനസ് സബ്സെറ്റ് ഓഫ് W എന്ന് കാണിച്ചാൽ പോരെ? അപ്പോൾ അത് കംപ്ലീറ്റ് ആവുമല്ലോ. സ്പാനസ് W ഉണ്ടെന്ന് കാണിക്കാൻ ഞാൻ സ്പാനസിൻ്റെ അകത്തുനിന്ന് ഒരു വെക്ടർ എടുത്തു V. ഇനി ഈ V സ്പാനസിലുള്ളത് കൊണ്ട് സ്പാനസിൽ ആരാ വരെ? എസ്സിലെ വെക്ടേഴ്സിൻ്റെ ഫൈനൈറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ സ്പാനസിൽ വരുള്ളൂ. അപ്പോൾ V എനിക്ക് ഇങ്ങനെ ഇടാലോ, C1 V1 പ്ലസ് CN VN എഴുതാലോ. വേർ V1 എക്സെട്ര VN ഒക്കെ എവിടുത്തെ വെക്ടേഴ്സാണ്? എസ്സിലെ വെക്ടേഴ്സാണ്. C1 എക്സെട്ര CN ഒക്കെ സ്കാലാസുമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നാലേ V എവിടെ വരുള്ളൂ? സ്പാനസിൽ വരുള്ളൂ. ഇനി നോക്കുക, നമ്മളെ ഡബ്ല്യുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിലെ എല്ലാ വെക്ടേഴ്സും ഉള്ളൊരു സബ്സ്പേസ് ആണ്. അപ്പോൾ ഈ V1 എക്സെട്ര VN ഒക്കെ എവിടെ ഉള്ളതാണ്? എസ്സിലുള്ളതാണ്. അപ്പോൾ ഈ V1 എക്സെട്ര VN ഒക്കെ എവിടെയും വരും? ഈ ഡബ്ല്യുവിൽ വരും. കാരണം ഡബ്ല്യുവിൻ്റെ പ്രത്യേകത എന്താണ്? എസ്സിലെ എല്ലാ വെക്ടേഴ്സുള്ള സബ്സ്പേസ് ആണ്. സോ V1 എക്സെട്ര VN ഒക്കെ ഡബ്ല്യുവിലുണ്ട്. ഇനി W ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ലീനിയർ കോമ്പിനേഷനും എവിടെ വരേണ്ടി വരും?
ഡബ്ല്യൂയിൽ വരേണ്ടി വരും. കാരണം എന്താ, സബ്സ്പേസ് ഒക്കെ ക്ലോസ് രണ്ട്, സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ് രണ്ട് അഡീഷനുമാണ്. സോ ബാക്കി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ വി വൺ എക്സെട്ര വി എൻ ഒക്കെ ഡബ്ല്യൂയിലുണ്ട്. ഡബ്ല്യു സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ ലീനിയർ കോമ്പിനേഷനും ഡബ്ല്യൂയിൽ വേണം. അപ്പോൾ ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് എഴുതാം. അപ്പോൾ സ്പാനസിലൊരു വെക്ടർ വി എടുത്തപ്പം ആ വി ഡബ്ല്യൂയിലുണ്ട്. ഈ വി കൺക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്പാനസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു എന്ന് എഴുതാം. അപ്പോൾ രണ്ടും ആയാലോ. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് സ്പാനസ് നേരത്തെ പ്രൂവ് ചെയ്തു. ഇനി സ്പാനസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ഇപ്പോൾ പ്രൂവ് ചെയ്തു. ഇപ്പോൾ മൊത്തം പറയാം. ഹെൻസ് സ്പാനസ് ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത വീഡിയോ കാണാം. പ്രോബ്ലം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലെങ്തി ആയി തോന്നുന്ന വീഡിയോ, അതുകൊണ്ടാണ് അടുത്ത വീഡിയോ കാണാം.